Okay, how can we keep our house clean? That is a fourth question. And your answer is here. Please write down your answer. Okay. We can keep our house clean by keeping by keeping our bed cupboard and shelf tidy. Shelf tidy. Tidy. ഒരൊറ്റ പോയിന്റ് മതി. നമുക്കിവിടെ കുറെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരൊറ്റ പോയിന്റ് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കി ബുദ്ധിമുട്ടായിരിക്കും. ഒരെണ്ണം പഠിച്ചാൽ മതി നിങ്ങൾ. ഓക്കെ. We can keep our house clean by keeping our bed, cupboard and shelf tidy. Okay. Ifuna has finished her writing.
ഓക്കെ, കുറേ പേര് എഴുതി കഴിഞ്ഞു അല്ലേ? എല്ലാരും എഴുതി കഴിഞ്ഞില്ലേ? Adina has not finished. Okay. Do it fast. Okay. കഴിഞ്ഞ മക്കളെ? ഓക്കെ. ഇതെന്താ ഇത്ര താമസം റിച്ചാർഡ്? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ മാത്രം സമയം എന്തിനാ? പെട്ടെന്ന് എഴുതിക്കേ, ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ലെസൺ ഒന്നും തീരൂലേ. പെട്ടെന്ന് എഴുതിക്കേ. We can keep our house clean by keeping our bed, cupboard and shelf tidy. Okay. Okay, finished? Okay. So, Miss attendance കൂടെ എടുത്തിട്ട് ക്ലാസ് തുടങ്ങാം.
അമൃത, നിയാദാസ്, ബിനയ, ബിയോണ, റിച്ചാർഡ്, നൈല, ഏബൽ മാത്യു, അമൻ മാധവ്, അനുഗ്രഹ ബ്രിജിത്ത്, ഇർഷാദ്, ജിയ റോസ്, ദീക്ഷിത്, അഫ്രാസ്, ആൻസ്റോസ്, സൽമാൻ, ആദിത്തനു, നിവേദ്യ, ആരഫ് ബി, അൻവിത കെ, ഷഹ്ബറ, ജോവിന ജോയൽ, നീലാഞ്ജന, നിവേദ്യ, റസീൻ, അനാമിക, നസ മറിയം, ഹാദി, ആയുഷ് വി, ഐഫോണ, ഇഷിക രാജ്, സേറ മരിയ, മുക്താസിം, ഓക്കെ. ലാസ്റ്റ് ക്ലാസ് തീരാറാകുമ്പോൾ മിസ് ഒന്നും കൂടെ നിങ്ങളുടെ പേര് വിളിക്കാമേ. എനിക്ക് കുറച്ച് ഡൗട്ട് ഉണ്ട് കുറച്ച് ആൾക്കാരുടെ പേര്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പേര് വിളിച്ചോ ഇല്ലയോ നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി. സോ ടേക്ക് ലെസൺ 10. ലെസൺ 10 പേജ് നമ്പർ 174. പേജ് നമ്പർ 174. ഓക്കെ. ബി സേഫ് ബി ഹാപ്പി. എന്താണ്? ബി സേഫ് ബി ഹാപ്പി. അതാണ് നമ്മുടെ ലെസണിന്റെ പേര്. ബി സേഫ് ബി ഹാപ്പി. സി എൻജോയ് ദിസ് പോയം. ഒരു പോയം അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ നോക്കാലോ? ഓക്കെ.
Red on top, green below. Red means stop, green means go, yellow means wait, even if you are late. എന്താണ് ട്രാഫിക് ലൈറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? റെഡ് ഓൺ ടോപ്പ്, ഏറ്റവും മുകളിൽ ഏതാ? റെഡ്. Then green below. ഗ്രീൻ എവിടെയുള്ളത്? താഴെയാണല്ലേ. റെഡ് മീൻസ് സ്റ്റോപ്പ്. റെഡിന്റെ ഇതിന്റെ അർത്ഥം എന്താ? റെഡ് ലൈറ്റ് വന്നാൽ സ്റ്റോപ്പ് അല്ലേ? ഗ്രീൻ മീൻസ് ഗോ. ഗ്രീൻ കളർ വന്നാൽ ഗോ അല്ലേ? യെല്ലോ മീൻസ് വെയിറ്റ്. യെല്ലോ വരുമ്പോൾ വെയിറ്റ് ചെയ്യാൻ. ഈവൻ ഇഫ് യു ആർ ലേറ്റ്, നിങ്ങൾ ലേറ്റ് ആയിട്ട് പോവുകയാണെങ്കിലും യെല്ലോ വന്നാൽ വെയിറ്റ് ചെയ്യണം. മിസ് എത്ര പേജ് ആണെന്നോ? പേജ് 174, പേജ് ലെസൺ 10. 174 lesson 10. Okay. See, we must be careful at home and outside. നമ്മളെപ്പോഴും നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം അല്ലേ? വീട്ടിലായിരിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പുറത്തെവിടെ പോകുമ്പോഴും ഒക്കെ നമ്മൾ നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം. We must be careful at home and outside. This way we can avoid accidents. അങ്ങനെ നമുക്ക് ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാം. To avoid accidents, we must follow some safety rules. In order to avoid accidents, we have to follow some safety rules. Okay. At home, do not play with matchboxes. At home, എന്താണ് ചെയ്യുന്നത്? വീട്ടിലായിരിക്കുമ്പോൾ do not play with matchboxes. Matchbox ഉപയോഗിച്ച് നമ്മൾ കളിക്കാൻ പാടില്ല. Do not touch sharp things such as blades, scissors and knives. ബ്ലേഡും സിസേഴ്സും നൈഫ്സും ഒന്നും നമ്മൾ ഉപയോഗിച്ച് കളിക്കരുത്. Do not touch electrical gadgets, plugs and switches. ഇലക്ട്രിക്കൽ തിങ്സ് അല്ലേ, അതിലൊന്നും നമ്മൾ ടച്ച് ചെയ്ത് കളിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ വീട്ടിലായിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഡു നോട്ട് പ്ലേ വിത്ത് മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് കണ്ടിട്ടില്ലേ? തീപ്പെട്ടി അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ലൈറ്റർ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും. ഓക്കെ, ഡു നോട്ട് പ്ലേ വിത്ത് സച്ച് തിങ്സ്. പിന്നെയോ ഡു നോട്ട് ടച്ച് ഷാർപ്പ് തിങ്സ് സച്ച് ആസ് നൈഫ്സ്, ബ്ലേഡ്സ്, സിസേഴ്സ് ആൻഡ് സോ ഓൺ. ഓക്കെ, കൈകളൊക്കെ മുറിയും അല്ലേ, അതുകൊണ്ട് കൈ മുറിയുന്നതും അങ്ങനെ മുറിവൊക്കെ ഉണ്ടാവുന്ന വിധത്തിലുള്ള ഉപകരണങ്ങളൊന്നും നമ്മൾ എടുക്കരുത്. ഡു നോട്ട് ടച്ച് ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സ്, പ്ലഗ്സ് ആൻഡ് സ്വിച്ചസ്. ഇലക്ട്രിക്കൽ തിങ്സിനോട് കളിക്കാൻ പോകരുത്. ദെൻ ഓൺ ദ റോഡ്, നമ്മൾ റോഡിലാണെങ്കിലോ ഡു നോട്ട് റൺ ഓർ പ്ലേ ഓൺ ദ റോഡ്. നമ്മൾ റോഡിലൂടെ ഓടിക്കളിക്കാൻ പാടില്ല. ഡു നോട്ട് റൺ ഓർ പ്ലേ ഓൺ ദ റോഡ്. റോഡിൽ കളിക്കാൻ പാടില്ല. ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. നമ്മൾ എപ്പോഴും എവിടെ നടക്കണം? ഫുട്പാത്തിലൂടെ ആയിരിക്കണം നമ്മൾ നടക്കേണ്ടത്. ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നത് എവിടെയേ പാടുള്ളൂ? സീബ്ര ക്രോസിംഗിൽ മാത്രമേ നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഇനിയോ ബിഫോർ ക്രോസിംഗ് ദ റോഡ് ലുക്ക് ടു യുവർ റൈറ്റ്, ദെൻ ലുക്ക് ടു യുവർ ലെഫ്റ്റ്. ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കണം. റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് ആദ്യം നമ്മുടെ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കണം, പിന്നെ ലെഫ്റ്റ് സൈഡ്. ഫൈനലി ലുക്ക് ടു യുവർ റൈറ്റ് അഗെയിൻ. വീണ്ടും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ക്രോസ് ഇഫ് നോ വെഹിക്കിൾ ഈസ് കമ്മിങ്. വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, എന്താ പറഞ്ഞത്? ഓൺ ദ റോഡ്, റോഡിലായിരിക്കും നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാ പറഞ്ഞേ? ഡു നോട്ട് റൺ ഓർ പ്ലേ ഓൺ ദ റോഡ്. റോഡിൽ നമ്മൾ ഓടാനും കളിക്കാനും ഒന്നും പാടില്ല. ഓൾവേസ് വാക്ക് ഓൺ ദ ഫുട്പാത്ത്. എപ്പോഴും നടക്കുന്നത് എതിരെ ആയിരിക്കണം? ഫുട്പാത്തിലൂടെ ആയിരിക്കണം. ക്രോസ് ദ റോഡ് ഓൺലി അറ്റ് ദ സീബ്ര ക്രോസിംഗ്. റോഡ് ക്രോസ് ചെയ്യേണ്ടത് സീബ്ര ക്രോസിംഗിലായിരിക്കണം. ബിഫോർ ക്രോസിംഗ് ദ റോഡ് ലുക്ക് ടു യുവർ റൈറ്റ്. റോഡ് ക്രോസ് ചെയ്യുന്നതിന് മുൻപ് റൈറ്റ് സൈഡിൽ നോക്കുക. ദെൻ ലുക്ക് ടു യുവർ ലെഫ്റ്റ്. പിന്നെ ലെഫ്റ്റിൽ നോക്കണം. ഫൈനലി ലുക്ക് ടു യുവർ റൈറ്റ്. വീണ്ടും റൈറ്റ് സൈഡിൽ നോക്കി വെഹിക്കിൾ ഒന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യേണ്ടത്. ഡു നോട്ട് ഗെറ്റ് ഇൻ ഓർ ഗെറ്റ് ഓഫ് എ മൂവിംഗ് ബസ്. ഓടിക്കൊണ്ടിരിക്കുന്ന നിർത്താത്ത ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയോ ചാടി കയറുകയോ ചെയ്യാൻ പാടില്ല. ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് ദ
ബസ് വിൻഡോ. ബസ്സിലൊക്കെ കയറുമ്പോൾ അതിന്റെ വിൻഡോ സൈഡിൽ ഇരുന്നിട്ട് അതിന് പുറത്തൂടെ തലയിടാനൊന്നും പാടില്ല. ഓക്കെ. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിപ്പോ നോക്കേണ്ടത്? അറ്റ് ഹോം, വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ മോനെ? ഓക്കെ, വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതോടൊപ്പം നമ്മൾ റോഡിലാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഇനി ഇന്ന് നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴോ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണം? നോക്കിയേ, ഡു നോട്ട് ഹിറ്റ് അതേഴ്സ് ഓർ ത്രോ തിങ്സ് അറ്റ് ദം. മറ്റുള്ളവരെ ഓടിപ്പോയി ഇടിക്കാനോ അവരുടെ മുകളിൽ എന്തെങ്കിലും എടുത്ത് അവരെ എറിയാനോ ഒന്നും പാടില്ല. ഡു നോട്ട് ക്ലൈംബ് ഓൺ ദ ഡെസ്ക്. ക്ലാസ് റൂമിൽ ഡെസ്ക് ഉണ്ടാവും അല്ലേ? അതിലൊന്നും ക്ലൈംബ് ചെയ്യാൻ അല്ലെങ്കിൽ കയറി നിൽക്കാൻ പാടില്ല. സ്റ്റാൻഡ് ഇൻ എ ലൈൻ വൈൽ വെയിറ്റിംഗ് ഫോർ യുവർ സ്കൂൾ ബസ്. സ്കൂൾ ബസ്സിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ എന്തായിരിക്കണം? നമ്മൾ ക്യൂ സിസ്റ്റം പാലിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. സേഫ്റ്റി അല്ലേ? നമ്മൾ എന്താണ്, നല്ല ശ്രദ്ധയുള്ളവരായിരിക്കണം. നമ്മളെ തന്നെ സംരക്ഷിക്കണം അല്ലേ? അപ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ, റോട്ടിലായിരിക്കുമ്പോൾ, സ്കൂളിലായിരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ് ഈ ലെസണിൽ നമ്മൾ പഠിച്ചത്. ഓക്കെ. So when we are at home, we should not play with some of the things which are there with matchboards and with the things with sharp things, such as knives, blade and scissors. Then with the electrical things. Pinyo, coming to the road, we should not play on the road. പിന്നെ നമ്മൾ എപ്പോൾ എവിടെ നടക്കണം? We should walk to the footpath. Then cross the road only at the സീബ്ര ക്രോസിംഗ്. നമ്മൾ എവിടുന്നേ റോഡ് ക്രോസ് ചെയ്യാവുള്ളൂ? സീബ്ര ക്രോസിങ്ങിലൂടെ അല്ലേ? വലിയ ടൗണിലും തിരക്കുള്ള റോഡിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സീബ്ര ക്രോസിംഗ് ഉപയോഗിച്ച് മാത്രമേ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? എങ്ങനെയാ റോഡ് ക്രോസ് ചെയ്യണമെന്നാ പറഞ്ഞത്? ക്രോസ് ബിഫോർ ക്രോസിംഗ് ദ റോഡ് ലുക്ക് ടു യുവർ റൈറ്റ്. ആദ്യം റൈറ്റ് സൈഡിലേക്ക് ശ്രദ്ധിക്കുക. ദെൻ ലുക്ക് ടു യുവർ ലെഫ്റ്റ്, പിന്നീട് ലെഫ്റ്റ് സൈഡിൽ. ഫൈനലി ലുക്ക് ടു യുവർ റൈറ്റ് അഗെയിൻ. വീണ്ടും റൈറ്റ് സൈഡിലേക്ക് നോക്കി വാഹനമൊന്നും വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് നമ്മൾ റോഡ് ക്രോസ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ ഡു നോട്ട് ഗെറ്റ് ഇൻ ഓർ ഗെറ്റ് ഓഫ് എ മൂവിംഗ് ബസ്. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ നിന്ന് ചാടി ഇറങ്ങുകയോ ചാടി കയറുകയോ പാടില്ല. ദെൻ ഡു നോട്ട് ലീൻ ഔട്ട് ഓഫ് ദ ബസ് വിൻഡോ. ബസ്സിന്റെ വിൻഡോയിലൂടെ നമ്മൾ തലയിൽ നിന്നും പുറത്തിടാൻ പാടില്ല. ദെൻ ഇൻ സ്കൂൾ, നമ്മൾ സ്കൂളിലായിരിക്കുമ്പോഴോ ഡു നോട്ട് ഹിറ്റ് അതേഴ്സ് ഓർ ത്രോ തിങ്സ് അറ്റ് ദം. മറ്റുള്ളവരെ ഇടിക്കാനോ അവരെ എറിയാനോ ഒന്നും പാടില്ല. ദെൻ ഡു നോട്ട് ക്ലൈംബ് ഓൺ ദ ഡെസ്ക്. നമ്മൾ ഡെസ്കിൽ കയറരുത്. സ്റ്റാൻഡ് ഇൻ എ ലൈൻ വൈൽ വെയിറ്റിംഗ് ഫോർ യുവർ സ്കൂൾ ബസ്. സ്കൂൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലൈനായിട്ട് തന്നെ നിന്ന് വേണം സ്കൂൾ ബസ്സിൽ കയറാൻ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് ഈ ലെസണിൽ പറഞ്ഞത്. ഓക്കെ. അപ്പം മിസ് ഒന്നും കൂടി നിങ്ങളെ അറ്റൻഡൻസ് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങളുടെ ആരുടെയെങ്കിലും പേര് മിസ് വിളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. മിസ് വായിച്ചതിന് ശേഷം ചോദിക്കാം. അമൃത, നിയാദാസ്, ബിയോണ, റിച്ചാർഡ്, നൈല, ഏബൽ മാത്യു, അമൻ മാധവ്, അനുഗ്രഹ ബ്രിജിത്ത്, ഇർഷാദ്, ജിയാറോസ്, ദീക്ഷിത്, അഫ്രാസ്, ആൻസ്രോസ്, സൽമാൻ, ആദിത്തനൂപ്, നിവേദ്യ, ആരവ് പി, അൻവിത കെ, ഷഹബറ, ജോവിന ജോയൽ, നീലാഞ്ജന, നിവേദ്യ, റസീൻ യൂസഫ്, അനാമിക, നസ മറിയം, ഹാദി ഹൈദർ, ആയുഷ് വിവി, ഐഫൂണ, ഇഷിക രാജ്, സേറ മരിയ, മുഹമ്മദ് മുബ്താസിം, ആയുഷ് പി കെ, ഫാത്തിമ കെ എം, അദീന സുനിൽകുമാർ, അശ്വിനി, സാവിയോ ജോ, അഫ്രാസ്. ആരുടെയെങ്കിലും പേര് മിസ് വിളിക്കാതെ പോയിട്ടുണ്ടോ? എല്ലാവരുടെയും വിളിച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഓക്കെ, എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ആ ലെസണിൻ്റെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ലെസൺ വായിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരാൻ. ഓക്കെ. ഓക്കെ, ബൈ.